US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രസ്താവന ശ്രദ്ധേയമാവുകയാണ്. മറ്റു രാജ്യങ്ങൾ വലിയ തുക നൽകിയാൽ മാത്രമേ ഇറക്കുമതി തീരുവകൾ ഒഴിവാക്കൂ എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു തരം മരുന്ന് പോലെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് വർധനവിൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഏഷ്യൻ വിപണി. എയർഫോഴ്സ് വണ്ണിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പ്രസിഡന്റ് ട്രംപ്. ഓഹരി വിപണിയിൽ ഏകദേശം $6 ട്രില്യൺ നഷ്ടം സംഭവിച്ചു. എങ്കിലും ട്രംപ് ഇതിനെക്കുറിച്ച് വലിയ ആശങ്ക പ്രകടിപ്പിച്ചില്ല. എനിക്കൊന്നും താഴേക്ക് പോകാൻ ആഗ്രഹമില്ല, പക്ഷേ ചില സമയങ്ങളിൽ എന്തെങ്കിലും ശരിയാക്കാൻ മരുന്ന് കഴിക്കേണ്ടി വരും എന്നാണ് ട്രംപ് പറഞ്ഞത്. യൂറോപ്പിലെയും ഏഷ്യയിലെയും പല നേതാക്കളുമായി താൻ സംസാരിച്ചിരുന്നു എന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. ഈ നേതാക്കൾ ട്രംപിനെ താരിഫുകൾ കുറയ്ക്കാൻ പ്രേരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏകദേശം 50% വരെ താരിഫ് കുറയ്ക്കാൻ അവർ ആവശ്യപ്പെടുന്നു. ഇത് ഈ ആഴ്ച നിലവിൽ വരും. കഴിഞ്ഞ ആഴ്ചയിൽ പല രാജ്യങ്ങൾക്കെതിരെയും ട്രംപ് ഇറക്കുമതി തീരുവ ചുമത്തി. ഇത് ലോകമെമ്പാടുമുള്ള സാമ്പത്തിക രംഗത്ത് വലിയ ചലനങ്ങളുണ്ടാക്കി. ചൈന ഇതിന് മറുപടിയായി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കെതിരെ നികുതി ചുമത്തിയിരുന്നു. ഇത് ആഗോള വ്യാപാര യുദ്ധത്തിനും സാമ്പത്തിക മാന്ദ്യത്തിനും കാരണമാകുമോ എന്ന് പലരും ഭയപ്പെടുന്നുണ്ട്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ട്രംപിന്റെ താരിഫുകൾക്കെതിരെ ഒറ്റക്കെട്ടായി പ്രതികരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഏകദേശം $28 ബില്യൺ വിലമതിക്കുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്യൻ യൂണിയൻ ആദ്യഘട്ടത്തിൽ തിരിച്ചടി നൽകും. ദന്തൽ ഫ്ലോസ് മുതൽ ഡയമണ്ട് വരെ ഇതിൽ ഉൾപ്പെടും. ഇതോടെ യൂറോപ്യൻ യൂണിയൻ, ചൈന, കാനഡ തുടങ്ങിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം പിടിക്കും. ഈ രാജ്യങ്ങളെല്ലാം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കെതിരെ തിരിച്ചടി നൽകാൻ ഒരുങ്ങുകയാണ്. ഇതൊരു ആഗോള വ്യാപാര യുദ്ധമായി മാറാനും സാധനങ്ങളുടെ വില കൂടാനും ലോകമെമ്പാടുമുള്ള സാമ്പത്തിക രംഗത്തെ തകർത്താനും സാധ്യതയുണ്ട്. യൂറോപ്യൻ യൂണിയന് സ്റ്റീൽ, അലുമിനിയം, കാറുകൾ എന്നിവയുടെ ഇറക്കുമതിക്ക് 25% നികുതി നൽകേണ്ടി വരും. കൂടാതെ മറ്റ് ഉൽപ്പന്നങ്ങൾക്ക് 20% പരസ്പര നികുതി ബുധനാഴ്ച മുതൽ നൽകേണ്ടിയും വരും. അമേരിക്ക ചുമത്തിയ താരിഫുകൾ യൂറോപ്യൻ യൂണിയനുകളിൽ നിന്നുള്ള 70% കയറ്റുമതിയെയും ബാധിക്കും. ഇത് ഏകദേശം €532 ബില്യൺ ഉൽപ്പന്നങ്ങളാണ്. ചെമ്പ്, മരുന്ന്, സെമി കണ്ടക്ടറുകൾ, തടി എന്നിവയ്ക്കും അധിക നികുതി ഈടാക്കാൻ സാധ്യതയുണ്ട്. ലളിതമായി പറഞ്ഞാൽ ട്രംപിന്റെ ഈ നീക്കം ലോകമെമ്പാടുമുള്ള സാധാരണക്കാരെയും കച്ചവടക്കാരെയും ഒരുപോലെ ബാധിക്കും. താരിഫ് വർധനയ്ക്ക് പിന്നാലെ ജപ്പാൻ സൂചികളിലും ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. 9% ഇടിവ് സംഭവിച്ചിട്ടുള്ളത്. 2023 ഒക്ടോബറിന് ശേഷം ആദ്യമായാണ് ജപ്പാന്റെ വിപണിയിൽ ഇത്രയും ഇടിവ് രേഖപ്പെടുത്തുന്നതെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദക്ഷിണ കൊറിയയിൽ സമാനമായ ഇടിവുകൾ സംഭവിച്ചിട്ടുണ്ട്. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് ശേഷം അസാധാരണമായ ഇടിവുകൾ ഉണ്ടായതായി തായ്വാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അറിയിച്ചിട്ടുണ്ട്. വിപണികളെ സ്ഥിരപ്പെടുത്തുന്നതിന് കൂടുതൽ നയങ്ങൾ ആവിഷ്കരിക്കുമെന്നും അറിയിപ്പുണ്ട്. ഓസ്ട്രേലിയൻ ഓഹരികളും കുത്തനെ ഇടിഞ്ഞതായാണ് റിപ്പോർട്ട്. ട്രംപിന്റെ ചരിത്രപരമായ തീരുവ പ്രഖ്യാപനം ലോകമെമ്പാടുമുള്ള സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചത്. അമേരിക്കയിലെ ആഗോള വിപണികൾക്കും കനത്ത തിരിച്ചടി നേരിടേണ്ടതായി വന്നിരുന്നു. 2020 ശേഷം ഏറ്റവും വലിയ നഷ്ടമാണ് US ഓഹരി വിപണി നേരിട്ടത്. S&P 500 സൂചികയിൽ ഏകദേശം $2 ട്രില്യൺ മൂല്യം നഷ്ടപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. നൈക്ക്, ആപ്പിൾ, ആമസോൺ തുടങ്ങിയ വമ്പൻ ബ്രാൻഡുകളുടെ ഓഹരി വിലകളും ഇടിഞ്ഞിരുന്നു. US ഡോളറിന്റെ മൂല്യം 2.2% വരെ ഇടിഞ്ഞു.